നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ നിഫ്റ്റി 50 ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം നിഫ്റ്റി 50 ഓൾമോസ്റ്റ് അതിൻ്റെ ഹൈയിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, അതിൻ്റെ ഓൾ ടൈം ഹൈ ആണോ. അതെ, നിഫ്റ്റി 50 നിയർലി ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ ഹൈ. അപ്പോൾ ഡേ ക്യാൻഡിൽ കാണുന്നത് അങ്ങനെയാണ്. ഒപ്പം വീക്ക് ക്യാൻഡിൽ അത് തന്നെയാണ്. മന്ത്ലി ക്യാൻഡിലും നമുക്കത് തന്നെയാണ്. ഇതിനു മുമ്പ് നിഫ്റ്റിക്ക് അത്ര ഒരു ഹൈ വെച്ചിട്ടില്ല. അപ്പോൾ നിയർലി ഓൾ ടൈം ഹൈയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നടത്തിയേക്കുന്നത്. കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെയാണ്. നിയർലി ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓൾ ടൈം ഹൈയിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് നടത്തിയേക്കുന്നത്. ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്, അങ്ങോട്ടേക്ക് ഗ്യാപ്പ് ഫില്ലാണ് കഴിഞ്ഞ ദിവസവും നടത്തിയത്. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങുകൾ മാർക്കറ്റിൻ്റെ ഏതാണ്ട് 90% ഓഫ് ടൈമും അല്ലെങ്കിൽ 70%-ലധികം സമയവും ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. സോ ദാറ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിൻറ്റും ഉണ്ട്. ഇതൊരു പക്ഷേ താഴത്തേക്ക് ഗ്യാപ്പ് ഫില്ലിംഗ് നടത്തിയേക്കാം. ഇനി നമ്മുടെ സ്റ്റോക്കിലേക്ക് വന്നാൽ അതിൻ്റെ അവസ്ഥ എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ONGCയും ഇതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ആണ് കാണുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ് ഇതാണ്. നല്ലൊരു ഗ്യാപ്പാണ് മുകളിലേക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 1% എബോ ഒരു ഗ്യാപ്പ് അപ്പാണ് തന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മളുടെ സ്റ്റോക്ക് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ONGCയിൽ 4 hour ചാർട്ടിൽ അത് അപ് ട്രെൻഡാണ് ഇപ്പോൾ ഇനി തൊട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ ബൈയിങ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ കാരണവും ഇവിടെ അപ് ട്രെൻഡ്, അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തിരുന്നു. സോ ബൈയിങ് പൊസിഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചിരുന്നത്. അപ്പോൾ 4 hour ചാർട്ടിൽ ഇതിപ്പോൾ അപ് ട്രെൻഡാണ്. ഇവിടെ നമുക്കത് ഒന്ന് നോക്കാം. അതായത് ഡെയിലി ക്യാൻഡിലേക്ക് മാറ്റുവാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ വന്ന് ബ്രേക്ക് ചെയ്തു. ഈ ഒരു അപ് ട്രെൻഡ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം താഴത്തേക്ക് വീണ്ടും അടുത്ത ദിവസം ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ ക്യാൻഡിലുകളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ട്രെൻഡ് ബ്രേക്കിംഗ് തന്ന ക്യാൻഡിൽ. ഓക്കെ, നെക്സ്റ്റ് ഡേ മുതൽ ഇന്നലെ വരെ ടോട്ടൽ ഡേയ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 21 ദിവസമാണ്. അതായത് 4 hourലെ ഈ ഒരു ബ്രേക്ക് തന്നിട്ട് 21 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ വരെ. ഇതിനുള്ളിൽ ഈ 21 ക്യാൻഡിലുകൾ 15 ക്യാൻഡിലുകൾ 21 ദിവസമാണ്. പക്ഷേ അത് 15 ട്രേഡിംഗ് ഡേയ്സേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 15 ട്രേഡിംഗ് ഡേയ്സിൽ എത്ര ദിവസം റെഡ് ക്യാൻഡിലുണ്ട്, എത്ര ദിവസം ഗ്രീൻ ക്യാൻഡിലുണ്ട്? ഇവിടെ നമുക്ക് കാണാം 1, 2, 3, 4 ദിവസമേ ഗ്രീൻ ക്യാൻഡിലുള്ളൂ. ബാക്കിയുള്ള 15-ൽ 4 പോയിട്ട് ബാക്കിയുള്ള 11 ദിവസവും റെഡ് ക്യാൻഡിലുകളാണ് വെച്ചത്. അതായത് ഈ ഓവറോൾ ട്രെൻഡ് 4 hour ടൈം ഫ്രെയിമിലെ ഓവറോൾ ട്രെൻഡ് എങ്ങോട്ടായിരുന്നോ അങ്ങോട്ടേക്ക് ബ്ലൈൻഡ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് 4 ദിവസം മാത്രമേ ലോസ് അങ്ങനെയാണെങ്കിൽ കിട്ടേണ്ട കാര്യമുള്ളൂ എന്നാണ് ഇതിന് മനസ്സിലാക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഈ ഒരു ചാർട്ടിൻ്റെ ഈ ഒരു പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്കിന്ന് ചെയ്യണമെന്നൊന്ന് ആലോചിക്കാം. ഓക്കെ, ഇന്നിപ്പോൾ ഓപ്പണിംഗ് ഇതാണ്, പ്രീ ഓപ്പണിംഗ് ഇതാണ്. 294.80, 295, 294.80 സംവെയർ ഇവിടെയാണ് ഓപ്പണിംഗ് വരുന്നത്. 1% എബോ. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് കാണിച്ചേക്കുന്നത്.
ഓക്കെ, ഇതിനകത്ത് നമ്മൾ പ്രൈസ് ആക്ഷൻ ലൈൻസ് കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളങ്ങനെ കാണുന്നത്. എനിവേ, നമുക്ക് ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് 94.80, അതായത് 95 ഓപ്പൺ ചെയ്യുന്നു. ഇതിനെ നമുക്ക് ഈ ഒരു ഏരിയ നമ്മൾ അടയാളപ്പെടുത്തിക്കുന്നതിൻ്റെ കാര്യം, ഇത് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ കാണാം. ഇവിടെ മുതൽ നമുക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്ത് തുടങ്ങേണ്ട ഒരു ഏരിയയാണ്. സോ ഈ ഏരിയ നമുക്ക് കുറച്ച് താഴത്തേക്ക് തന്നെ ഇറക്കി വയ്ക്കാവുന്നതാണ്. അത് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടും 295.45 വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഏരിയ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അവിടുന്ന് മുകളിലേക്ക് എൻട്രി എടുക്കാം. ബിക്കോസ് ട്രെൻഡ് അപ്പ് ട്രെൻഡാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ മുകളിലേക്ക് എൻട്രി എടുക്കാനാണെങ്കിൽ നമുക്കിവിടെ ഓർഡർ ഇട്ട് വെക്കണം, ബൈയിങ് ഓർഡർ. അത് ഈ ഒരു പ്രൈസിലേക്ക് പോകുന്നുണ്ട്. 296 എടുക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ 296 വരെ പോകുന്നില്ല. നമ്മൾ അതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രൈസിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആകാറായിട്ടുണ്ട്. സോ നമുക്കതൊന്ന് കണക്ക് കൂട്ടി വെക്കാം. ബൈയിങ് പൊസിഷനാണ് ONGC. സ്റ്റോപ്പ് പ്രൈസിൽ, സ്റ്റോപ്പ് ലിമിറ്റിൽ, സ്റ്റോപ്പ് മാർക്കറ്റിൽ നമുക്ക് ബൈ ചെയ്യാം. 50 ക്വാണ്ടിറ്റിയാണ് ഇന്ന് ബൈ ചെയ്യാൻ പോകുന്നത്. ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യും. ഓക്കെ, നമ്മളവിടെ ബൈയിങ് പൊസിഷൻ ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇവിടെ പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവിടെ എൻട്രി കിട്ടുന്നതാണ്. എന്തായാലും മാർക്കറ്റ് എന്ത് ചെയ്യും എന്നത് നോക്കിയിട്ട് നമുക്കത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഡോമിലെ അവസ്ഥ വെച്ചിട്ട് ഇന്നിപ്പോൾ സെല്ലിംഗ് സൈഡിലേക്ക് പോകാൻ മാറി വരുന്നുണ്ട്. സെല്ലിംഗ് സൈഡ് വോളിയം കൂടുന്നുണ്ട്. സോ ഇന്ന് ബുള്ളിഷ് ട്രെൻഡ് വന്നേക്കാം. ഒപ്പം തന്നെ ക്യാൻഡലിൻ്റെ ഇവിടുത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ 26% അധിക വോളിയം വന്നേക്കുന്നത് സെല്ലിംഗ് സൈഡിലേക്കാണ്. ക്യാൻഡിൽ വലിയ മൂവൊന്നും നടത്തുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ മധ്യഭാഗം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം ആ മധ്യഭാഗത്ത് സപ്പോർട്ട് കിട്ടിയതുപോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, നമ്മൾ ബുള്ളിഷ് ട്രെൻഡാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്യാതെ രണ്ട് സാധ്യതകളാണ് നമുക്ക് ചെയ്യാവുന്നത്. ഒന്ന്, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു സപ്പോർട്ട് കിട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മുകളിലേക്ക് എൻട്രി എടുക്കാം. അതല്ല എങ്കിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു ഫസ്റ്റ് ടൈം മുകളിലേക്ക് പോകുമ്പോൾ എൻട്രി എടുക്കാതിരിക്കുക, റീടെസ്റ്റ് ഇവിടെ വരിക, അതിനുശേഷം മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് എൻട്രി എടുക്കാം, കാരണം ഇവിടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടിട്ട്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് ടൈം എൻട്രി എടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് നമുക്ക് വെക്കേണ്ട സ്റ്റോപ്പ് ലോസിൻ്റെ മാക്സിമം ലെവൽ 0.78% ആണ്. അപ്പോൾ അത്രയും പോകണോ വേണ്ടയോ എന്നൊരു കാര്യത്തിൽ നമുക്കൊരു ഡൗട്ട്, കാരണം നമ്മൾ 0.5 കൊടുത്താൽ മതി എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഓർഡർ തൽക്കാലം ക്യാൻസൽ ചെയ്തിട്ട് ഓടിച്ചാടി അത് എന്തായാലും ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്യുകയാണ്. ക്യാൻസൽ ചെയ്തതിന് ശേഷം ഇനി ഇതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി പിന്നെ വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് മുകളിലേക്ക് എൻട്രി എടുക്കാനാണ് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ നല്ല റെസിസ്റ്റൻസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇതിനോട് ചേർന്ന് ക്ലോസ് ചെയ്യുന്ന ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തേക്ക് എൻട്രി എടുക്കാം. അപ്പോൾ നിയർലി 1% പിന്നെ താഴത്തേക്ക് ഒരു മൂവ് നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് തൽക്കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ക്യാൻഡിൽ വലിയ ബുള്ളിഷോ ഇല്ല ബെയറിഷോ അങ്ങനെ വലിയ മൂവൊന്നും ഇപ്പോൾ നടത്തുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം.
നമ്മളിപ്പോൾ ജൂലൈ മാസത്തെ ചാർട്ടിലേക്ക് വന്നേക്കുവാണ്. കാരണം ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് പിന്നീടുള്ളത് ജൂലൈ ഒരു 8-ാം തീയതിക്ക് ശേഷമുള്ള സ്ഥലത്താണ്. ഇവിടെ നമുക്ക് കാണാം, ഇതാണ് നമ്മൾ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ പോയിന്റ് വരച്ചേക്കുന്നത്. പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ താഴത്തേക്ക് പുഷ് ചെയ്തു. ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയപ്പോൾ വലിയൊരു മൂവ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ അത് മുകളിലേക്ക് പുഷ് ചെയ്തു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവിടുന്ന് താഴത്തേക്ക് പുഷ് ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ, അതായത് ജൂലൈയിലാണ് കേട്ടോ, ഇവിടെ വരെ വന്ന് സപ്പോർട്ട് എടുത്തു. ഈ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. അതിന് ശേഷം അത് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നതാണ് കാണുന്നത്. ഇനി 10-ാം തീയതി നോക്കിക്കഴിഞ്ഞാലും ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയി. നല്ല ലിക്വിഡേഷൻ പോയിൻ്റ് അവിടുന്ന് ലിക്വിഡിറ്റി എടുത്തു. അതിനുശേഷം അതുപോലെ നല്ല ഹൈ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറി ക്ലോസിങ് തന്നു. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു മൂവ് കണ്ടോ, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് വലിയൊരു മൂവ്. അപ്പോൾ ഈ ഒരു ലൈൻ നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കിയിട്ട് വരച്ചതാണ്. പക്ഷേ ഈ ഒരു ലൈൻ നല്ല രീതിയിൽ ജൂലൈ മാസത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അത് ഇപ്പോഴും അതുപോലെ തന്നെ ആയേക്കാം. അപ്പോൾ താഴത്തേക്ക് പുഷ് ചെയ്താൽ നമ്മളിവിടെ കാണുന്നത്, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് താഴത്ത് ബ്രേക്ക് ആയിട്ടില്ല, താഴത്ത് വന്ന് ടച്ച് ചെയ്തിട്ടില്ല. ഇവിടെ വന്ന് ടച്ച് ചെയ്ത് റെസിസ്റ്റൻസ് എടുത്തപ്പോഴൊന്നും താഴത്ത് വന്ന് ടച്ച് ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്ന ഏതാണ്ട് ഈ ഒരു പൊസിഷനിലാണ്. അവിടെ നിന്നാണ് മുകളിലേക്ക് പുഷ് ചെയ്യുന്നത്. സോ ഇവിടെ താഴത്തേക്ക് പോരുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ദിവസം അത് മുകളിൽ നിന്ന് വന്ന് ബ്രേക്ക് ചെയ്തപ്പോഴാണ് താഴത്തേക്ക് പോയത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പുഷ് ചെയ്യുമ്പോഴൊക്കെ അത് മുകളിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. സോ അത് തന്നെയായിരിക്കാം ഇന്നും കാണിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത്, ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ നമുക്ക് മുകളിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റെഡ് ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത് 295.30 ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, 295.50 ഹൈയിലേക്ക് ഒരു ഓർഡർ ഇടാം. അപ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ചിട്ട് എന്ത് സംഭവിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വെക്കേണ്ടത് 0.5 എബോയാണ്. കുഴപ്പമില്ല, അങ്ങോട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ അത് ബ്രേക്ക് ചെയ്ത് പൊക്കോളൂന്ന് കണക്ക് കൂട്ടാം. സ്റ്റോപ്പ് ലോസ് ഓർഡറാണ് നമുക്ക് ഇടേണ്ടത്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അബദ്ധം സംഭവിക്കാറുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അബദ്ധം നമുക്ക് ഒഴിവാക്കാം. 50 ക്വാണ്ടിറ്റി 295.50 നമ്മളവിടെ പ്ലേസ് ചെയ്യുവാണ്. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അതല്ല നമുക്ക് അത്രമാത്രം ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് വേണമെങ്കിലും അങ്ങോട്ടേക്ക് എൻട്രി എടുക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഈ പ്രൈസിന് നമ്മൾ എൻട്രി ഇടുന്നു. അതിന് ശേഷം ഇവിടെ മറ്റൊരു റെഡ് ക്യാൻഡിൽ താഴത്ത് തന്നിട്ട് അതിൻ്റെ ക്രോസിങ് മുകളിലേക്ക് തരികയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് എടുക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആയ ഏരിയയാണ്. ഇവിടെ ഇത് സപ്പോർട്ടായിരുന്നു. ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നപ്പോൾ ഇത് റെസിസ്റ്റൻസ് ആയി. അതായത് മോശമല്ലാത്തൊരു പ്രൈസ് പോയിൻ്റ് ആണ് ഇതെന്ന് നമുക്ക് കാണാം. ഇത് ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ അവസ്ഥയെന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇത് ജൂലൈയിൽ എന്താണ് അവിടെ മാർക്കറ്റ് ചെയ്തതെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ജൂലൈ 10-ാം തീയതി നമുക്ക് കാണാം, ഇവിടെയും സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലത്തെ ലൈനിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയേക്കുന്നത്. സോ ഇത് നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്തതായിട്ട് കാണാം. ഈ ദിവസം തൊട്ട് മുന്നത്തെ ദിവസവും അവിടെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ വന്നപ്പോൾ റെസിസ്റ്റൻസും എടുത്തിട്ടുണ്ട്. സോ ഈ രണ്ട് ലൈനുകൾക്ക് ഇതേപോലെ പ്രസക്തി ഉണ്ട്. അതായത് ഇതൊരു ലിക്വിഡേഷൻ ഏരിയ എന്ന് കരുതാം. ഇവിടുന്ന് ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റിന് വേണേൽ താഴത്തേക്കും പോകാം. അതല്ല മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് മാർക്കറ്റ് ചെയ്യാൻ ഇന്ന് സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. സോ ഇവിടുന്ന് എടുത്തിട്ട് മുകളിലേക്കെങ്കിൽ മുകളിലേക്ക്, താഴത്തേക്കെങ്കിൽ താഴത്തേക്ക്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ നമ്മൾ സ്ട്രേറ്റ് അവേ ഇവിടുന്ന് എൻട്രി എടുക്കും. ഇനി ഇത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്, ഇവിടെ വന്നിട്ട് തിരിച്ചിവിടെ റീടെസ്റ്റ് വരികയാണെങ്കിൽ അവിടുന്ന് താഴത്തേക്ക് പിന്നെ നമുക്ക് വേണമെങ്കിൽ എൻട്രി നോക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ജൂലൈയിലത്തെ അവസ്ഥ വെച്ചിട്ട് ഇവിടെ നല്ല സപ്പോർട്ടാണ്, ഇവിടുന്ന് താഴത്തേക്ക് പോകുന്നില്ല എന്ന് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലൈനും കൂടെ ഉണ്ട്. ഈ ഒരു ലൈനിനെ ജൂലൈ 10-ാം തീയതി ഒരു തവണ ബ്രേക്ക് ചെയ്തെങ്കിൽ പോലും അത് ക്ലോസിങ് തന്നേക്കുന്ന ഒത്തിരി മുകളിലാണ്. സോ അതൊരു ഫേക്ക് മൂവ്
ഇന്നത്തെ ദിവസവും അങ്ങനെ തന്നെ ഒരു ഫേക്ക് മൂവ് ആകാൻ സാധ്യതയുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് എടുത്തെങ്കിലും പിന്നെ താഴെ പോയി ഇത് സപ്പോർട്ട് എടുത്തിട്ട് വന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് നല്ല മൂവാണ് മുകളിലേക്ക് നടത്തിയേക്കുന്നത്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലേക്കാണ് നല്ല മൂവുകൾ എപ്പോഴും തന്നെ തന്നതും ക്ലോസിങ് തന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലേക്ക് മാത്രമേ നമുക്ക് തൽക്കാലം നോക്കേണ്ടതുള്ളൂ. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ 4 അവർ ചാർട്ടിൽ ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന റെഡ് ആണെങ്കിൽ നമുക്ക് ഈ ക്യാൻഡിലിൻ്റെ ഹൈയിൽ, അതായത് 293.55 നമുക്ക് ഈ ഒരു എൻട്രി പോയിൻറ്റിനെ പുതുക്കി വയ്ക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു മികച്ച എൻട്രി ആകാനും സാധ്യതയുണ്ട് ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. ഇപ്പോൾ മാർക്കറ്റ് അതിൻ്റെ ഗ്യാപ്പ് ഫില്ലിംഗ് നടത്തുവാണ് ഇവിടെ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്തു, ഒരു 70% അല്ലെങ്കിൽ ചില സമയങ്ങളിൽ 90% വരെയൊക്കെ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ഗ്യാപ്പ് വെച്ചാൽ അത് ഫില്ല് ചെയ്യുന്നതാണ് മോസ്റ്റ് പ്രോബബിളി കാണപ്പെടാറുള്ളത്. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം ഇത് അതിൻ്റെ ശരിയായ ഡയറക്ഷൻ പിടിച്ച് മുകളിലേക്ക് തിരികെ വരാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ നമ്മുടെ ഓർഡർ പുതുക്കി വെച്ചിട്ടുണ്ട്. 293.55 അത് പുതുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ല ബൈയിങ് പ്രഷറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ വിജയം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും റിസ്ക് റിവാർഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ എന്താണ് അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് നമുക്കോ മറ്റാർക്കോ അറിയത്തില്ല. ഇവിടെ നമ്മുടെ എൻട്രി ഇപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും ആ എൻട്രി കിട്ടിയതിന് ശേഷം ഞാൻ അറിയിക്കാം. അങ്ങനെ നമ്മുടെ എൻട്രി ഇപ്പോൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും ഈ ക്ലോസ് ചെയ്യാൻ പോകുന്ന ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് 293.50 തന്നെയാണ്. ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ പ്ലസ് ഇൻസൈഡ് ക്യാൻഡിലായിട്ട് അവസാനിക്കാനുള്ള ലക്ഷണമാണ് കാണിക്കുന്നത്. അതായത് ഈ ക്ലോസ് ചെയ്യുന്ന ക്യാൻഡിലിനെ ഏത് സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നോ ആ സൈഡിലേക്കൊരു മൂവ് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളതാണ്. പക്ഷേ അപ്പോൾ പോലും ഇവിടെ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. അത് വലിയ ലോങ് പീരീഡിലേക്ക് നോക്കിയാലും നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഈ ഭാഗം നല്ല രീതിയിൽ താഴത്തേക്ക് പുഷ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. ഒപ്പം തിരിച്ച് മുകളിലേക്ക് വന്നപ്പോഴൊക്കെ നല്ല റെസിസ്റ്റൻസ് ആയിട്ടും ഈ ഭാഗം വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഇത് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നതുകൊണ്ടും, ഇന്നിപ്പോൾ ഹൈ ടു ലോ മൂവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് മെഷർ ചെയ്താൽ ഇവിടെ വരെ 1.5% ആണ് എന്നതുകൊണ്ടും ഈ ഒരു സപ്പോർട്ട് സസ്റ്റെയിൻ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം നിഫ്റ്റി 50 എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈ ബ്രേക്ക് ചെയ്യുകയാണ്. ഡേ ഹൈ അത് ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. ഒപ്പം നമ്മൾ മനസ്സിലാക്കണം, നിഫ്റ്റി 50യുടെ ഓൾ ടൈം ഹൈ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യാൻ മീൻസ് നമ്മുടെ സ്റ്റോക്കും അതേ സ്വഭാവം ഇന്ന് അതിന് ശേഷം കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് അപ് ട്രെൻഡിന് അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത്. സോ വെയിറ്റ് ചെയ്യാം. അമ്പതിൽ 11K വോളിയമാണ് കാണിച്ചേക്കുന്നത്. 55 6000K. ഇവിടെ നമുക്ക് ഡോമിൽ കാണാം 36,000 സെല്ലിംഗ് സൈഡും 20,000 ബൈയിങ് സൈഡുമാണ് കാണിക്കുന്നത്.
ഒപ്പം തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗോ ചാർട്ടിങ്ങിൽ ഈ ക്യാൻഡിൽ ഇപ്പോൾ 66% ബൈയിങ് സൈഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈയിങ് വോളിയം ഹൈലി വരുന്നുണ്ട്, കയറി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി എന്തായാലും അത് ഓർഡർ കിട്ടട്ടെ, അതിന് ശേഷം നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കുറച്ചധികമായി പോകും. $55 നമ്മൾ ഓർഡർ വെച്ചേക്കുന്നത്. 50 വരെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര മടിയാണ് കാണിക്കുന്നത്. ക്യാൻഡലിൻ്റെ ടോട്ടൽ വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 41% ബൈയിങ് സൈഡിലേക്കാണ് ആൾക്കാർ വന്നേക്കുന്നത്. ഇവിടെ ഇനി ഏറ്റവും കൂടുതൽ ഓർഡർ കിടക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ 45, 50, 50 മുകളിലേക്ക് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി കാലിയാണ്. ആരും അങ്ങോട്ടേക്ക് എൻട്രി ഒന്നും വെച്ചിട്ടില്ല. ലിമിറ്റ് ഓർഡറും ഇല്ല, മാർക്കറ്റ് ഓർഡറും വരാനായിട്ട് ഇനി മാർക്കറ്റ് ഓർഡർ വരണം, എന്നാൽ മാത്രമേ അവിടെ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. മാർക്കറ്റ് ഓർഡർ വരുന്നത് നമുക്ക് ഇതിനകത്തൊന്നും നോക്കിയിട്ട് കാണാനും പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നമുക്കെന്തായാലും ഒരു കാര്യമുള്ളത്, നമ്മുടെ ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിന് മുകളിലാണ്. ഇത്രയേറെ റെസിസ്റ്റൻസ് അവിടെ അനുഭവപ്പെടുവാണ് അത് ബ്രേക്ക് ചെയ്യാനായിട്ട്. സോ അത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല സപ്പോർട്ട് അങ്ങനെയാണ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്, വലിയൊരു മൂവ് അങ്ങോട്ട് നടത്തിയിട്ടുണ്ട്. എന്താണെന്ന് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ഓർഡർ അവിടെ വന്നു. അവിടെ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാം. 50-ൽ 18,000 ക്വാണ്ടിറ്റി ഓർഡർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ 100%, ഈ ക്യാൻഡലിൻ്റെ 100%ഉം ബൈയിങ് സൈഡ് വോളിയം കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ നമ്മൾ കുറച്ച് മുന്നേ നോക്കിയപ്പോൾ ഒന്നും തന്നെ കാണുന്നില്ലായിരുന്നു. ഇതിൽ ഓടാൻ സമയം എടുക്കുന്നുണ്ട്, നമുക്കത് പിന്നെ നോക്കാം. അപ്പോൾ നമുക്കിനി സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കണം. നമ്മുടെ ബൈയിങ് പൊസിഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് വരുന്ന 0.5% ആണ്. 292.5 അതിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. $292
5 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുവാണ്. ഇനി ടാർഗറ്റ് വരേണ്ടത് 1:2 നമുക്കിന്ന് മിനിമം നോക്കാം. 1:2 നോക്കുകയാണെങ്കിൽ 296.49, അപ്പോൾ 296.50 നമുക്ക് വയ്ക്കാവുന്നതാണ്. 296.50 കഴിഞ്ഞ ദിവസത്തെ ഹൈ വരെയാണ് പോകേണ്ടത്. ഒപ്പം തന്നെ ഈ ഇതൊരു പ്രൈസ് ആക്ഷൻ ലൈനല്ല. ഈ ഒരു 2 പ്രൈസ് പോയിന്റുകളുടെ മധ്യഭാഗം നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. 297.50 വരെയാണ് കാണിക്കുന്നത്. സോ ദാറ്റ് നമുക്ക് 297 റൗണ്ട് ചെയ്ത് വെക്കാം. അപ്പോൾ 2 പോയിൻറ്റ് സംതിങ്സ് കിട്ടും 297 ആണെങ്കിൽ. 296, 95 റൗണ്ട് ചെയ്യാം. ലിമിറ്റ് ഓർഡർ 296.95. അപ്പം നമ്മളിന്ന് എൻട്രി എടുത്തു. അത് ട്രയൽ ചെയ്താണ് എൻട്രി എടുത്തത്, നിങ്ങൾ കണ്ടു. അതിന് ശേഷം സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. ഒന്നെങ്കിൽ ഇത് ഹിറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ഇത് ഹിറ്റ് ചെയ്യാം. അപ്പോൾ മിനിമം ഈ റെസിസ്റ്റൻസിൽ വന്നിട്ട് ഇനി നമുക്ക് മാർക്കറ്റിനെ നോക്കേണ്ട കാര്യമുള്ളൂ. വെറുതെ നോക്കിയിരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാനില്ല. അപ്പോൾ മെഷറിംഗ് ടൂൾ എടുത്ത് നമ്മളതും കൂടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ട് പോവുകയാണ്. പോയിൻ്റ് 0.5% സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റായിട്ട് 1:2.2. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ നമുക്ക് മാർക്കറ്റിനെ അറിഞ്ഞാൽ മതി. ഇനി അതുവരെ നമുക്കിനി ഒന്നും അറിയാനില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 295.50 നമുക്കിനി വന്ന് നോക്കിയാൽ മതി. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ വന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, $295.50 295.50 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ക്രിയേറ്റ് അലർട്ട്. അപ്പോൾ അലർട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2 അലർട്ടുകളാണ് അടിക്കാൻ പോകുന്നത്. ഒന്ന്, ഫസ്റ്റ് ഇത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അലർട്ട് നമുക്ക് വരും. അതല്ല, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അലർട്ട് വരും. അപ്പോൾ ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് നെക്സ്റ്റ് ഓർഡർ ക്യാൻസൽ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ട്രയലിങ് ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്രയൽ ചെയ്യുന്നത് 1:1 മുതൽ ആയിരിക്കും. മിനിമം 1 പോർഷൻ നമുക്ക് ഇന്ന് കിട്ടണം. അപ്പോൾ 295 രൂപയിൽ നമുക്ക് ട്രയലിങ് ആരംഭിക്കാവുന്നതാണ്. 295, ഇതാണ് 1:1 വരുന്നത്. ക്യാൻഡിൽ ബുള്ളിഷായിട്ട് തന്നെ തുടരുവാണ്. ഓവറോൾ ക്യുമുലേറ്റീവ് ഡെൽറ്റ നോക്കിക്കഴിഞ്ഞാലും അത് ബുള്ളിഷ് ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി മാർക്കറ്റിനെ നമുക്ക് മാർക്കറ്റിൻ്റെ വഴിക്ക് വിടാം. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി ഇടപെടലുകൾ എന്തെങ്കിലും നടത്തേണ്ടത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോയതിന് ശേഷമാണ്. അപ്പോൾ തിരിച്ച് പോന്നാലും നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള രീതിയിൽ സ്റ്റോപ്പ് ലോസ് ഒന്ന് ട്രയൽ ചെയ്ത് വെച്ച് കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരത്തിന് ശേഷം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ടിപ്പോൾ 1.25 മണിക്കൂറായി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഇവിടെ ട്രിഗർ ആയിട്ടുണ്ട്. അപ്പോൾ നെറ്റ് 80 രൂപയാണ് നമുക്കിന്ന് ലോസ് വന്നേക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയ നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഇവിടുന്ന് താഴത്തേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം, ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വേണമെങ്കിലും
മൂവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയയുടെ എടുക്കാവുന്ന ബെസ്റ്റ് പൊസിഷൻ ഇവിടുന്ന് തന്നെ നമ്മൾക്ക് എൻട്രി കിട്ടി. പിന്നെ ഓൾമോസ്റ്റ് ദ ടൈം നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ട് നോക്കിക്കഴിയുമ്പോൾ ഇവിടുന്ന് മോസ്റ്റ് ഓഫ് ദി ടൈം പോയിട്ടുള്ളത് അപ് ട്രെൻഡ് ആണ്. അതുകൊണ്ടും കൂടെ നമ്മൾ അങ്ങോട്ട് എടുത്തു. സെയിം ടൈം തന്നെ ഇവിടെ ഈ പറയുന്ന പോലെ താഴത്തേക്ക് ഇത്ര നേരം പോകാതെ നിന്നു. കൂടുതൽ സമയവും നമ്മൾ പ്രോഫിറ്റിലായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഇനിയും ഇത് താഴത്തേക്ക് പോകണമെന്ന് നിർബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. ഒപ്പം ഒരു കാര്യം നമ്മളിവിടെ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ഇതിനെ ടച്ച് ചെയ്തു, പിന്നെ ഇത് താഴത്ത് ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്ന് ഇനി ഇത് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്തതിന് ശേഷം റിവേഴ്സ് ആകാം, അതല്ലെങ്കിൽ വീണ്ടും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തേക്ക് തന്നെ പോകാം. ഇതെല്ലാം സാധ്യമാണ്. പക്ഷേ നമ്മളിന്ന് ഡേ ക്യാൻഡിൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു 21 ദിവസത്തിൽ അല്ല 15 ദിവസത്തിൽ 4 ദിവസം മാത്രം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ലാസ്റ്റ് ട്രെൻഡിൽ മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഇന്നലെ നമ്മൾ ബൈ എടുത്തു, സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഇന്ന് നമ്മൾ ബൈ എടുത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. സ്വാഭാവികം, കുഴപ്പമൊന്നുമില്ല, സംഭവിക്കാവുന്നത് തന്നെ. അപ്പോൾ ഇതിപ്പോഴും നിൽക്കുന്നത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് 4 അവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മളിപ്പോഴും ഉള്ളത്. സോ നമുക്കിനിയും ബൈയിങ് പൊസിഷൻ തന്നെയാണ് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു ട്രെൻഡ് ലൈൻ താഴത്തൂടെ കടന്നു പോകുന്നുണ്ട്. ഒപ്പം ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് നിൽക്കുവാണ്. ഇതൊരു നല്ല സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസവും നമുക്ക് അത് തന്നെയാണ് ഏകദേശം ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് ഇതായിരുന്നു. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടിലൊന്നേ സംഭവിക്കാനുള്ളൂ, ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. അപ്പോൾ 50-50 റിസൾട്ട് നമുക്ക് കിട്ടിയാലും മതി. അപ്പോൾ ഈ ഇട്ടേക്കുന്ന ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്തേക്കാം. അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് 80 രൂപയാണ് ഇന്നത്തെ ലോസ് കിട്ടിയിരിക്കുന്നത്. നമുക്കത് ഒന്ന് റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. 16-ാം തീയതി ONGC നമ്മൾ ഇന്നെടുത്തതും ലോങ് തന്നെയാണ്. ലോസ് വന്നേക്കുന്നത് 80 രൂപയാണ്. സ്റ്റിൽ നമ്മളുടെ വിന്നിങ് റേഷ്യോ ഇതാണ് 41%. സ്റ്റിൽ നമ്മൾ വിന്നിങ് റേഷ്യോയിലാണുള്ളത്. 35% ആണ് ബ്രേക്ക് ഈവൻ ആണ്. 40 എന്ന് പറയുമ്പോൾ പ്രോഫിറ്റിൽ വരേണ്ടതാണ്. നെഗറ്റീവ് 0.5% ആണ്. ഈ മാസത്തെ നെറ്റ് ലോസാണ് ഇവിടെ കാണിച്ചേക്കുന്നത് 106. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ടച്ച് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ, അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടോ, അതോ ഈ പോയിന്റിലേക്ക് വന്നിട്ടുണ്ടോ, ഇത്രയാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് അറിയാം നമ്മളുടെ സ്റ്റോക്കിൻ്റെ ATR വരുന്നത് 3% ആണ്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1.27% മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ് ചെയ്തിട്ടുള്ളൂ. 3% എന്ന് പറയുമ്പോൾ ഇതിനെയും കവർ ചെയ്ത് താഴത്തേക്ക് പോകാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. സോ മാർക്കറ്റ് അത് ചെയ്തേക്കാം, അല്ലെങ്കിൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 3% എന്ന് പറയുമ്പോൾ ഈ സപ്പോർട്ട് ഏരിയ വരെ, ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ വരെ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇനി അതല്ലെങ്കിൽ സംഭവിക്കാവുന്നത് എന്താണ്, ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്താൽ ഇവിടുന്ന് പിന്നെ എന്താ സംഭവിക്കാവുന്നത്, മേളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകാം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സാധ്യതയുള്ളത്, ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ 3% നോക്കുമ്പോൾ ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു മാർക്കറ്റ് ഇനി അങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം, അതല്ല ഇങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ വരെയും വരാം, മുകളിലേക്കാണെങ്കിൽ ഇവിടെ വരെയും വരാം, അക്കോർഡിംഗ് ടു ഇതിൻ്റെ ATR വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടേത് 0.5% ആണ് സ്റ്റോപ്പ് ലോസ്. അതുകൊണ്ട് നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് കിട്ടി. അതല്ല മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ ലോസ് വെക്കാനാണെങ്കിൽ നമ്മൾ വെക്കേണ്ടത് ഇങ്ങോട്ടേക്കാണ്. അത് വരുമ്പോൾ നിയർലി 1% വരും. അത്രയും പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാവുന്ന പോർഷൻ മാത്രം കൊടുത്തു പോന്നു. അപ്പോൾ ഇനി നമുക്ക് എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നതെന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടം കൊണ്ട് തീരുവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.